ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് വേദപരിചയത്തിൽ വേദസാരമായ ശ്രീമദ് ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെ പറയുന്ന ശ്ലോകങ്ങളായിരുന്നു. അതിനുശേഷം മഹാഭാരതത്തിലെ 6ാം പർവമായ ഭീഷ്മപർവത്തിലെ 13ാം അധ്യായം മുതൽ വരുന്ന ഗീതാപർവത്തിൽ 25ാം അധ്യായത്തിൻ്റെ 1ാമത്തെ ശ്ലോകം, അതായത് ഭഗവത്ഗീത എന്നുള്ള പുസ്തകത്തിലെ 1ാമത്തെ ശ്ലോകം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 18 പർവ്വങ്ങളും 2000-ലധികം അധ്യായങ്ങളും 1,25,000 ശ്ലോകങ്ങളുമുള്ള മഹാഭാരതത്തിൽ 6ാം പർവമായ ഭീഷ്മപർവത്തിലെ 25ാം അധ്യായം മുതൽ 42 അടങ്ങുന്ന 18 അധ്യായങ്ങളെ പറയുന്ന പേരാണ് ശ്രീമദ് ഭഗവത്ഗീത. 25ാം അധ്യായം മുതൽ 42 കൂടിയുള്ള 18 അധ്യായങ്ങളെ പറയുന്ന പേരാണ് ശ്രീമദ് ഭഗവത്ഗീത. അത് 25ലാണ് ഈ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്ന് തുടങ്ങുന്നത് എന്നേ ഉള്ളൂ. 13ാം അധ്യായം മുതൽ ഗീതയുടെ സാഹചര്യം തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണതൊരു ഉപപർവം എന്നായിട്ട് കണക്കാക്കിയത്. അതിൽ 1ാമത്തെ ശ്ലോകമാണ് നമ്മളൊന്ന് ചൊല്ലിയത്. ധൃതരാഷ്ട്ര ചോദിക്കുന്ന ഒരൊറ്റ ശ്ലോകമാണ്. അതിതാണ്. ആ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൗരവസഭയിലേക്ക് ദൂതിന് പോയ കൃഷ്ണൻ ദൂതിന് പോകുന്ന സമയത്ത് ആദ്യം ദുര്യോധന പ്രഭൃതികളുടെ അടുത്ത് പോയി ഒരു സമവായത്തിന് വേണ്ടി ശ്രമിച്ച സമയത്ത് സൂചി കുത്താൻ പോലും ഞങ്ങൾ പാണ്ഡവർക്ക് ഇടം നൽകില്ല എന്ന് ശഠിച്ചു ദുര്യോധനൻ. പോരാത്തതിന് ശ്രീകൃഷ്ണനെ പോലും പിടിച്ചു കെട്ടാൻ ദുര്യോധനൻ മെനക്കെട്ടു. തൻ്റെ വിശ്വരൂപത്തെ കാണിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ അതിൽ നിന്ന് പോന്നു. വിശ്വരൂപം കാണിച്ച ഒരു സന്ദർഭമാണത്. എന്നിട്ടും ഈ ദുര്യോധനന് മനസ്സിലായില്ല. നേരെ വന്നത് പാണ്ഡവ മാതാവായ കുന്തിദേവിയുടെ അടുത്തേക്കാണ്. കുന്തിദേവിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മേ, ഞാൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പോകുന്ന അമ്മയുടെ മക്കളുടെ അടുത്തേക്കാണ് പോണത്. യുദ്ധം എന്തായാലും അനിവാര്യമായി തീരും. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അതുകൊണ്ട് അമ്മയുടെ മക്കളോട് എന്തൊരു സന്ദേശമാണ് ഞാൻ അറിയിക്കാനുള്ളത്? ഇതാണ് കൃഷ്ണൻ കുന്തി മാതാവിനോട് ചോദിക്കുന്നത്, പാണ്ഡവ മാതാവിനോട് ചോദിക്കുന്നത്. ആ സമയത്ത് ആ അമ്മ പറയുകയാണ്, കൃഷ്ണ, എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട രാജ്യം ഓശാരമായി ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരരുതേ. അവർ യുദ്ധം ചെയ്ത് വാങ്ങട്ടെ. എൻ്റെ മക്കൾ ക്ഷത്രിയരാണ്. അവർ യുദ്ധം ചെയ്ത് വാങ്ങട്ടെ. ഔദാര്യമായി കിട്ടിയാൽ ഒരിക്കലും അത് ശാശ്വതമാവില്ലെന്നറിയുന്ന ആ മാതാവ് അവകാശം പിടിച്ചു വാങ്ങാൻ തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത്. മറ്റൊന്നുകൂടി പറഞ്ഞു കൊടുത്തു. ഒരു കഥ പറഞ്ഞു കൊടുത്തു. എന്താണ് ആ കഥ എന്നല്ലേ? സിന്ധു രാജ്യം ഭരിച്ചിരുന്നൊരു സഞ്ജയൻ എന്നുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു. പണ്ട് സിന്ധു രാജ്യം ഭരിച്ചിരുന്ന ഒരു സഞ്ജയൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു കൃഷ്ണ. ആ സഞ്ജയൻ്റെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ചുറ്റുപാടുമുള്ള രാജ്യക്കാർ തീരുമാനിച്ചു. ശത്രു രാജ്യങ്ങൾ തീരുമാനമെടുത്തു.
ശത്രുരാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ സഞ്ജയനാവുന്ന യുവരാജാവ് അന്തഃപുരത്തിനുള്ളിൽ വന്ന് ഒളിച്ചിരുന്നു, ഒരു ഭീരുവെ പോലെ. സഞ്ജയൻ്റെ അമ്മ പേര് വിദുല. വിദുല മകനെ പിടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞു, പോ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിക്ക്, ഒരു ഭീരുവെ പോലെ ഒളിച്ചിരിക്കേണ്ടതല്ല എൻ്റെ മകൻ എന്ന് പറഞ്ഞ അതേ വാക്യമാണ് എൻ്റെ മക്കളോട് കൃഷ്ണ എനിക്കും പറയാനുള്ളത്. മറ്റുള്ളവരെ മുഴുവൻ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു ഭീരുവെ പോലെ അന്തഃപുരത്തിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല ക്ഷത്രിയർ. അതുകൊണ്ട് ധീരമായി യുദ്ധത്തിന് തയ്യാറാവാൻ പറയും. അങ്ങനെ ഈ ഒരു കഥയും പറഞ്ഞു കൊടുത്തു. പിന്നെ യുധിഷ്ഠിരൻ്റെ അടുത്ത് പോയി കൃഷ്ണൻ, ധർമ്മപുത്രരുടെ അടുത്ത്. യുധിഷ്ഠിരനോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ധർമ്മപുത്രർ പറയാണ്, കൃഷ്ണ യുദ്ധം എന്തായാലും വേണ്ട, യുദ്ധമൊക്കെ പൊല്ലാപ്പാണ്. ഇത് രണ്ട് സ്വഭാവമാണ്. പല സന്ദർഭങ്ങളിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഗീതയിൽ നമുക്ക് കാണാം, കുന്തിപുത്ര, പാർത്ഥ, എത്രയാ പ്രാവശ്യം വിളിക്കുന്നതെന്ന് അറിയില്ല. ആ അമ്മയുടെ മകനാണല്ലോടോ നീ. യുധിഷ്ഠിരൻ്റെ പേരല്ല അവിടെ വെളിപ്പെടുത്തുന്നത്, അമ്മയുടെ പേരാണ്. ആ അമ്മയെ പറയിപ്പിക്കല്ലേ എന്ന് കൂട്ടിച്ചേർക്കുകയാണ് പല സന്ദർഭങ്ങളും ചെയ്യുന്നത്. വളരെ ശ്രദ്ധേയമാണത്. അവകാശം നേടിയെടുക്കുക തന്നെ വേണം, അല്ലാതെ ഔദാര്യമായി കിട്ടിയിട്ട് കാര്യമില്ല. നമ്മെ സംബന്ധിച്ചൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. കാരണം തലവേദന ഒരിക്കലും തീരില്ല. ഭാരതത്തിൻ്റെ തലയാണല്ലോ കാശ്മീർ. ഔദാര്യമായി കിട്ടിയാൽ ഒരിക്കലും അത് തലവേദന തീരില്ല. മറിച്ച് അവകാശമായിട്ട് വാങ്ങിയാൽ ഒരു പ്രശ്നമല്ല. ഇതേ സ്ഥിതിവിശേഷം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുന്നത്. അവകാശപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും അത് യുദ്ധം ചെയ്ത് വാങ്ങുക തന്നെ വേണം. ഈ ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് ഇവിടെ ഗീത അവതരിപ്പിക്കുന്നു. വേദസാരമായ ഗീത, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യപ്പെട്ടത് ബൈബിളാണ്. കേരളത്തിൽ അതിൻ്റെ പേര് സത്യവേദ പുസ്തകം എന്നാണെങ്കിലും അതിന് നേരെ തർജ്ജമ സെറ്റ് ഓഫ് ഹോളി ബുക്സ് എന്നാണ്. ഒരു ദിവ്യമായ പുസ്തകം. മഹാനായ യേശുക്രിസ്തുവിൻ്റെ പേരിൽ എഴുതിയതാണ് അത്. അതിൽ 7 സുവിശേഷങ്ങൾ വളരെ വായിക്കേണ്ടതുമാണ്. പക്ഷെ അതേ സമയത്ത് അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകമാണ്. നമുക്ക് കിട്ടിയത് സെൻറ്റ് പോളിൻ്റെ എഴുത്തുകളാണ് അധികവും കിട്ടിയത്. ഏകവസ്ത്രധാരിയായി സഞ്ചരിച്ച യേശുക്രിസ്തുദേവൻ വേദം പഠിച്ച ആളായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു സന്യാസി വര്യനെ പോലെ അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ പഠിക്കേണ്ടതാണ്, വേദം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനെ തിരിച്ചറിയുന്നില്ല. അവരദ്ദേഹത്തെ അതിനു മുമ്പ് തന്നെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുരിശിൽ അദ്ദേഹത്തെ തറച്ചു. മഹാനായ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വചനങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്, നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ എന്നുള്ള വാക്യം. വലിയ സന്ദേശങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നൊരു സന്ദേശവാക്യമാണത്. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ. വേദവാക്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം? വെറുതെ സ്നേഹിക്കാൻ ഞാൻ തയ്യാറല്ല. നമ്മളാരും സ്നേഹിക്കാൻ തയ്യാറല്ല, വെറുതെ പറഞ്ഞതുകൊണ്ട് മാത്രം. അതിന് ഉത്തരം ബൈബിളിലില്ല. അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ വേദത്തിലേക്ക് വരണം. വേദത്തിൽ പറയുന്നുണ്ട്, നിന്നിലും എന്നിലും സർവത്തിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമായതുകൊണ്ട് നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കും. അപ്പോൾ എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുന്നതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഇവിടെ വരണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ഇല്ലാത്തതൊന്നും അവിടെ ഒന്നുമില്ല. അതിന് മഹത്വം ഇല്ല എന്നല്ല, ഇവിടെ ഉണ്ടല്ലോ മഹത്വം. അതുകൊണ്ട് വേദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്
തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. വസുധൈവ കുടുംബകം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു വേദകാലഘട്ടം. വസുധ ഏവം കുടുംബം, നമ്മളൊക്കെ ഒരൊറ്റ കുടുംബക്കാരായിരുന്നു. പിന്നെ തറവാട്ടിൽ നിന്ന് ഭാഗം കഴിച്ചു പോയി മക്കൾ. ഓരോ ഭാഗത്തും ഇതെൻ്റെ 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 എന്ന് പറഞ്ഞ് വേലികെട്ടുകളായി. അങ്ങനെ തറവാടിനെ അറിയാത്ത മക്കൾ എന്തു ചെയ്തു? തറവാട്ട് പേര് മാറ്റി, വീട്ടുപേര് ഇനീഷ്യലാക്കി മാറ്റി. അങ്ങനെ ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൈന മതം, ബുദ്ധമതം, പാഴ്സി മതം എന്നൊക്കെ പറഞ്ഞു. അഹമ്മദീയ മതങ്ങൾ, എബ്രഹാം മതങ്ങളും വന്നു. മറ്റ് അതിന് ഉള്ളിലുള്ള പല മതങ്ങൾ അതും വന്നു. എബ്രഹാമിൽ നിന്ന് തുടങ്ങുന്ന മതങ്ങൾ എന്നുള്ളതുകൊണ്ട് എബ്രഹാം മതങ്ങൾ ഇങ്ങനെയൊക്കെ വന്നു. ഇതൊക്കെ വന്നതും ഒരൊറ്റ തറവാട്ടിലെ ഭാഗം കഴിച്ചു വിട്ടതാണ്. വാസ്തവത്തിലൊക്കെ തറവാട് ഒന്നാണ്. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ തറവാടിൻ്റെ പേരാണ് വാസ്തവത്തിൽ നമ്മൾ ഇനീഷ്യലായി വരേണ്ടത്. പക്ഷേ ഇന്ന് പലരും വീട്ടുപേര് ഇനീഷ്യലാക്കി വയ്ക്കാറുണ്ട്. വീട്ടുപേരും ഇനീഷ്യലും അല്ല, തറവാടിൻ്റെ പേരാണ് ഇനീഷ്യലാവേണ്ടത്. ഇതുപോലെ തറവാടിനെ മറന്ന മക്കളെ പോലെ പിൽക്കാലത്ത് പിന്നീട് വന്ന മതങ്ങളെല്ലാം ആ മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് ഇതെൻ്റെ മതം, ഇതെൻ്റെ മതം, ഇതെൻ്റെ മതം എന്നുള്ളതായി തീർന്നു. വേലിക്കെട്ടുകൾ വന്നു. വേലിക്കെട്ടുകൾ വന്നപ്പോൾ ആദ്യം വേലിക്കെട്ട് ഇല്ലാത്ത ആ സങ്കേതത്തിൽ, ആ തറവാട്ടിൽ എല്ലാ മൂലക്കിലും വേലിക്കെട്ട് വന്നപ്പോൾ സ്വാഭാവികമായും നടുക്കുള്ളതൊരു വേലിക്കെട്ടിനകത്തായിപ്പോയി. അങ്ങനെ പിൽക്കാലത്ത് വിളിക്കേണ്ട ഗതികേട് വന്നു ഹിന്ദു എന്ന്. അല്ലാതെ വേദത്തിൽ ഹിന്ദു എന്നുള്ള പരാമർശം ഇല്ല എന്നാണ് അറിവുള്ളവരെല്ലാവരും പറയുന്നത്. ഹിന്ദു എന്നുള്ള പദം വരാൻ തന്നെ കാരണം ഈ തറവാടിനെ തിരിച്ചറിയാൻ വേണ്ടി, ഇതര മതങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി പിൽക്കാലത്ത് നൽകപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അതിന് പിൽക്കാലത്ത് വന്നു വിചാരിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല, തിരിച്ചറിയാനുള്ളതാണ്. ഹിന്ദു എന്നുള്ളതിന് പിൽക്കാലത്ത് നിർവചനങ്ങൾ വന്നിട്ടുണ്ട്. ഹിമാലയം സമാരഭ്യ യാവദിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ. ഹിമാലയം സമാരഭ്യ, ഹിമാലയം തൊട്ട് ഹിന്ദു സരോവരം വരെ, ഹിന്ദു സരോവരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭൂവിഭാഗത്ത് അനാദിയായി നിലനിന്ന ഒരു സംസ്കാരമായിരുന്നു, മതമല്ല സംസ്കാരമായിരുന്നു ഇത് എന്ന്. ആ സംസ്കാരം ലോകം മുഴുവൻ വ്യാപിച്ചു. ലോകം മുഴുവൻ ഈ ഭാരതീയ സംസ്കൃതിയെ കൊണ്ട് പറയുന്നുണ്ട്, പൃഥിവ്യാം സർവമാനവാഹ, ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും ഈ ഭാരതത്തിലെ സംസ്കാരത്തെ വന്ന് അതിൻ്റെ തത്വത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അറിവിലാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് കൊണ്ട് വേദം നശിക്കാതെ നിലനിന്നു. സനാതന ധർമ്മ സംസ്കൃതി സനാതനമായി നിലനിന്നു. അങ്ങനെയാണ് ഹിന്ദു എന്നുള്ള വാക്ക് സനാതനമായി മാറിയത്, വേദസംസ്കൃതിയോടുകൂടി. സനാതനം എന്ന് പറഞ്ഞാൽ സനാത്, സനാത് എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് എന്നർത്ഥം. നശിക്കാത്തതാണത്. അത് നശിച്ചു അങ്ങ് തോന്നും, നശിക്കില്ല. എന്തുകൊണ്ടാണത്? ഏത് മതങ്ങളും നിലനിൽക്കുന്നത് ഒന്നുകിൽ അനുയായികളെ ഉണ്ടാക്കിക്കൊണ്ടാണ്. അനുയായികളില്ലെങ്കിൽ മതത്തിന് നിലനിൽപ്പില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലെങ്കിൽ പിന്നെ എനിക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് മതങ്ങളൊക്കെ വ്യക്തികളിൽ നിന്നുണ്ടായതാണ്. ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ദേശത്ത് ഒരു കാലത്ത് ആവിർഭവിച്ചതായിരിക്കും എല്ലാ മതങ്ങളും. എന്നാൽ ഹിന്ദുമതം എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു വ്യക്തിയിൽ നിന്നുണ്ടായതൊന്നുമല്ല. അപ്പോൾ ഒരു മതമല്ല അത്. വ്യക്തി എന്താ, അതിൻ്റെ ഗുണവും ദോഷവുമുണ്ട്. ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുമ്പോൾ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ അതിലുണ്ടാവും. വ്യക്തി എവിടെയാണോ ജനിച്ചു വളർന്നത് അതിൻ്റെ സാഹചര്യങ്ങളും ആ കാഴ്ചപ്പാടുണ്ടാവും. മതത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ സനാതനധർമ്മം ഒരു മതമല്ല, മതമാക്കരുത്. മതം എന്നുള്ളതിന് പ്രസിദ്ധമായ അർത്ഥം റിലീജിയൻ എന്നുള്ള പദത്തിന് സമാനമായിട്ടാണ് മതശബ്ദം ഉപയോഗിച്ച് കാണുന്നത്. റിലീജിയൻ എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ മതം എന്നുള്ളതിന് അഭിപ്രായം എന്നാണ് അർത്ഥം.
അപ്പോൾ എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ മതങ്ങളൊക്കെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതാണെന്ന് പറയുകയാണെങ്കിലും മതങ്ങളെ കൊണ്ടാണ് ഇന്ന് ലോകം തപിക്കുന്നത്. മതത്തിൻ്റെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചോരപ്പുഴകൾ ഒഴുകുന്നത്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. മതമില്ലാത്ത ഒരൊറ്റ സ്ഥലം, ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവത്തിന് മതം ഉണ്ടാവാൻ ഒരിക്കലും തരവില്ല. മതമില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ ദൈവം. ദൈവത്തിന് മതം ഉണ്ടാവാൻ വകുപ്പില്ല. കാരണം ദൈവത്തിൻ്റെ മതമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ദൈവത്തിന് മതം ഉണ്ടെങ്കിൽ അയാൾ ദൈവം അല്ലാതായി. സാധാരണ ഉപയോഗിക്കുന്നൊരു പദമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്. സ്വന്തം നാടുണ്ടെങ്കിൽ പിന്നെ ദൈവം അല്ലാതായില്ലേ? സ്വന്തമായിട്ടൊരു നാട് ദൈവത്തിനുണ്ടെങ്കിൽ. അപ്പം എല്ലാ മതങ്ങളിലുള്ളവരെയും ദൈവം ഒരേപോലെ കാണണ്ടേ? സമം സർവേഷു ഭൂതേഷു. അല്ല, ദൈവത്തിന് പ്രത്യേകിച്ചൊരു മതമുണ്ടെന്ന് ആരെങ്കിലും ശടിക്കുകയാണെങ്കിൽ അവർ ഒരു മതവും അറിയാത്തവരാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആണയിട്ട് പറയുന്നുണ്ട്. പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതുപോലെ അലയാതെ അമർന്നിടണമെന്ന്. എൻ്റെ മതം ശ്രേഷ്ഠമാണ്, എൻ്റെ മതം ശ്രേഷ്ഠമാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവർ ഒരു മതവും അറിയാത്തവരാണെന്ന്. ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. എത്ര കാലം മതത്തെ പൊരുതി ജയിക്കാമെന്ന് വിചാരിച്ചാൽ, പൊരുതി ജയിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ചെയ്യും. കാരണം ദൈവത്തിന് മതമില്ല, മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സംസ്കൃതിയാണ്. ആ സംസ്കൃതി എന്തിലാണ് നിലനിന്നത്? അത് അനുയായികളെ ഉണ്ടാക്കിക്കൊണ്ടൊന്നുമല്ല, അത് കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പരിധിയിലുള്ളതൊന്നുമല്ല. മറിച്ച് എങ്ങനെയാണുള്ളത്? അത് സംസ്കാരമാണ്. ഈ സംസ്കാരം എവിടെ നിന്നുണ്ടാവുക? അത് അറിവിൽ നിന്നാണ്. അതുകൊണ്ട് പറയാണ്, ഈ സനാതന ധർമ്മത്തിന് അടിസ്ഥാനം വേദമാണ്. വേദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവ് എന്നാണ്. വേദോകിലോ ധർമ്മമൂലം. ധർമ്മമാണ് അഖിലധർമ്മത്തിനും മൂലം വേദമാണ്. വേദമാണ്, അറിവാണ്. സ്മൃതിശീലേച്ച തദ്ദിതാം. പിന്നെ സ്മൃതികാരന്മാരുടെ ആ വേദം, ആ അറിവ് കൈമാറി വന്ന് അത് മനനം ചെയ്ത് അതിനനുസരിച്ച് ജീവിച്ച സ്മൃതികാരന്മാർ. ആചാരശ്ചൈവ സാധൂനാം. സാധുജനങ്ങളുടെ ആചാരങ്ങളും. അതിലപ്പുറം ആത്മനസ്തുഷ്ടിരേവച, ആത്മസംതൃപ്തിയും. അപ്പോൾ ധർമ്മം നിലകൊള്ളുന്നത് വേദത്തിലാണ്, അറിവിലാണ്. അറിവ് നിലകൊള്ളുന്നത്, അറിവുണ്ട് എന്നുള്ളതിന് അർത്ഥം സംതൃപ്തിയാണ്, ആനന്ദമാണ്, ആത്മസന്തുഷ്ടിയാണ്. ആത്മതുഷ്ടിയാണ് കാരണമില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈ അറിവ്, ഈ സനാതന ധർമ്മം, ആ ധർമ്മം പുലരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ക്ഷത്രിയനായാലും ബ്രാഹ്മണനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഇതൊക്കെ തെറ്റിദ്ധരിപ്പിച്ച വാക്യങ്ങളാണ്. ഇതൊക്കെ ജാതി എന്ന അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന്, നേരത്തെ പറഞ്ഞ മതങ്ങളെ പോലെ തന്നെ മറ്റൊരു തരത്തിൽ ജാതി വ്യവസ്ഥകളാണെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഒരുപാട് ചുതി, നാശം ഇതിന് വന്നു പോയിട്ടുണ്ട്. വ്യക്തമായി 14-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും ഭഗവത്ഗീതയിൽ വിസ്തരിക്കുന്നുണ്ട് എന്താണ് ശാസ്ത്രീയമായ വർണ്ണവ്യവസ്ഥ, എന്താണ് അശാസ്ത്രീയമായ ജാതി വ്യവസ്ഥ. അശാസ്ത്രീയമായ ജാതി വ്യവസ്ഥയെ ശാസ്ത്രീയമായ ധർമ്മവ്യവസ്ഥയായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ ജാതി സ്പർദ്ധകൾ ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞ തറവാടിനെ അറിയാത്ത മതങ്ങളെ പോലെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈ ജാതിയും മതങ്ങളും ഒക്കെ ഒട്ടല്ല ജാതി കോമരങ്ങൾ എന്ന് പറയുന്നില്ലേ? ഇതിനൊക്കെ കാരണം ചിന്തിച്ചാൽ ഈ വേദപ്രചരണം, വേദം അടിസ്ഥാനപരമായി പഠിക്കാത്തതാണ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അങ്ങനെയുള്ള വേദവ്യാഖ്യാനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ചിന്തിക്കാനുള്ള വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്നാണ് പറഞ്ഞതിന് സാരം. ബൈബിള് തർജ്ജമ ചെയ്യപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ. സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയതും
ശ്രീമദ് ഭഗവത്ഗീതയും അതുപോലെ ഗണപതി വിഗ്രഹവുമാണെന്ന് പറയും. ഗണപതി വിഗ്രഹവും ശ്രീമദ് ഭഗവത്ഗീതയുമാണ് ബഹിരാകാശത്ത് എത്തിച്ചത് സുനിത വില്യംസ്. ഒട്ടനവധി മഹത്വങ്ങൾ ഭഗവത്ഗീതയെ സംബന്ധിച്ചുണ്ട്. ഭഗവത്ഗീത ഇന്നും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എത്ര പഠിക്കുന്നുവോ അത്രയും മഹത്വത്തെ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഗീതാമാതാവ് പാല് ചുരത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അനേകം വ്യാഖ്യാനങ്ങൾ നമുക്കുണ്ട്. എല്ലാ വ്യാഖ്യാനങ്ങളും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളാണ് പ്രാമാണികങ്ങളായവ. 701 ഉണ്ടെങ്കിൽ 13-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകങ്ങൾ വെട്ടിക്കളയണം, അതിന് ചേരാത്തതാണ്. ഇനി 745 ശ്ലോകങ്ങൾ മഹാഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും മഹാഭാരതത്തിൽ അങ്ങനെ ഒന്ന് കാണാനില്ല. അതുകൊണ്ട് പണ്ടൊരു കാലത്ത് കാശ്മീരി പാഠം നിലവിലുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് അതിലങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് കിട്ടിയതിൽ വെച്ച് 700 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയാണ്, 18 അധ്യായങ്ങളുള്ള ശ്രീമദ് ഭഗവത്ഗീതയാണ് നമുക്ക് പ്രാമാണികമായിട്ടുള്ളതെന്ന് പറയാം. അതിലെ 1-ാമത്തെ ശ്ലോകമാണ് അർജുന വിഷാദയോഗം എന്ന് ആരാ പേരിട്ടെന്നറിയില്ല. ഭഗവാൻ പേരിട്ടിട്ടില്ല. ഭഗവാൻ പേരിട്ടത് ഒരൊറ്റ അധ്യായത്തെ മാത്രമേ ഉള്ളൂ. അത് 9-ാം അധ്യായമാണ്. രാജവിദ്യ രാജഗുഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത എല്ലാ അധ്യായത്തിനും ആരൊക്കെയോ പേരിട്ടതാണ്. ഏതായാലും ആ പേര് യോജിക്കുന്നത് കൊണ്ട് 1-ാം അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദയോഗം എന്നാണ്. അർജുന വിഷാദയോഗം ആ അധ്യായത്തിൻ്റെ 1-ാമത്തെ ശ്ലോകമാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ധൃതരാഷ്ട്രർ ചോദിക്കുന്ന സന്ദർഭം എപ്പോഴാണെന്നറിയോ? യുദ്ധം അനിവാര്യമായി തീർന്നു. എൻ്റെ മക്കൾ എന്നുള്ള കാരണം കൊണ്ട് മക്കൾ ചെയ്യുന്ന ചെയ്തികൾക്കൊക്കെ തെറ്റാണെന്നറിഞ്ഞിട്ടും ആ വൃദ്ധൻ നിന്നു. ജന്മന അന്ധനാണ് ധൃതരാഷ്ട്രർ. ജന്മന അന്ധൻ. ആ ആന്ധ്യം സാരമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ മമത്വത്താൽ ആന്ധ്യം ബാധിച്ചു പോയി. എൻ്റെ മക്കള്, എൻ്റെ മക്കള്, എൻ്റെ മക്കള്. ഈ എൻ്റെ എന്നുള്ള ആ കാഴ്ചപ്പാട് കൊണ്ട് ധൃതരാഷ്ട്രയെ പോലെ നമ്മളും ആന്ധ്യം ബാധിച്ചു പോയാൽ നമ്മളും ഈ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളൊക്കെ ചെയ്യുന്നത് അത്. എത്ര സ്വത്തുണ്ടായാലും എൻ്റെ മക്കൾ കഷ്ടപ്പെടരുത്. പിന്നുണ്ടായാലോ എൻ്റെ മക്കളെ കഷ്ടപ്പെടരുത്. പിന്നുണ്ടായാലോ എൻ്റെ മക്കളെ കഷ്ടപ്പെടരുത്. ഇങ്ങനെ ഒരു സമ്പന്നൻ്റെ 3 തലമുറയെങ്കിലും ധൂർത്തന്മാരായി വരും. എന്ത് നെറികേട് കാണിച്ചിട്ടുണ്ടാക്കിയ സ്വത്തായാലും, എത്ര നല്ല നിലയ്ക്ക് ഉണ്ടാക്കിയ സ്വത്തായാലും അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാവും. ആ കഷ്ടപ്പാടുകളെ അറിയാതെ തിരിച്ചറിയാത്ത ഒരു സന്തതി പരമ്പരയായി വരുമ്പോൾ അത് ധൂർത്തന്മാരായി തീരും എന്നാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിലെ 1-ാമത്തെ വാക്യം കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നത്. തുടർച്ച നമുക്ക് അടുത്ത സന്ദർഭത്തിൽ ചിന്തിക്കാം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ